ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങി കുറെ കാലങ്ങളായി പ്രൊഫഷൻ ആളുകൾ പ്രൊഫഷണലായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ട്. ഞാൻ ആദ്യം തന്നെ സപ്ലൈ ചെയിൻ എന്ന് പറയും. നമ്മുടെ വീട്ടിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓരോ അവശ്യ വസ്തുക്കളും അതിൽ ഒരുപാട് കൂടുതൽ ഐറ്റംസും പുറം സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി വേണമെങ്കിൽ വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര വരുന്നത് വേറെ രാജ്യത്തു നിന്നാണ്, വേറെ പ്ലേസിൽ നിന്നാണ്. നമുക്ക് ഗോതമ്പ് വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഗോതമ്പ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടോ? എവിടെയും ചെയ്യുന്നുണ്ടോ? ഗോതമ്പിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിലുണ്ടോ? ഗോതമ്പ് കുറച്ച് കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ഷുഗർ ഫാക്ടറി ഉണ്ടോ? ഇല്ല. അപ്പൊ ഷുഗർ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആവശ്യ വസ്തുക്കളെ വേറെ സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ലോജിസ്റ്റിക്സ്. മീൻസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ത്രൂ എ ട്രാൻസ്പോർട്ട് ഇസ് നോൺ ആസ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മുതൽ ഒരു പർച്ചേസോട് വരുന്നവരെയുള്ള ഏരിയ പറയുന്ന പേരാണ് പ്രൊക്യൂർമെന്റ്. ആ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇനി ഈ പറയുന്ന പ്രൊഡക്റ്റ് ഫുഡ് ഫാക്ടറിയിൽ ഉണ്ടാക്കി അവർ പറഞ്ഞ ഷുഗർ ശരി, ഞങ്ങൾ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷുഗറിന് ആസ് എ റോ മെറ്റീരിയൽ അവർക്ക് വേണ്ട മൈദ ആസ് എ റോ മെറ്റീരിയൽ, അതിന് വേണ്ട വേറെയുള്ള എല്ലാ സാധനങ്ങളും റോ മെറ്റീരിയൽസ് ആയിട്ട് അതിന് ഈ ഫാക്ടറിയിലേക്ക് എത്തിക്കണം. വേണ്ടേ? അപ്പൊ ഇതിന് ആര് വേണം എത്തിക്കാനായിട്ട്? വണ്ടികൾ വേണം. അപ്പൊ എന്ത് വേണം? ലോജിസ്റ്റിക്സ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ഓർഡർ കിട്ടി, ഈ ഫാക്ടറിയിലുള്ള വേറെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ റൈസ് ചെയ്തു, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ജോലിസാധ്യതയുണ്ട്. പല ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടുപേരും നിങ്ങൾ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ചെക്ക് ഇൻ ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് ടിക്കറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരിക്കുന്നവർ അവിടെ നിന്ന് തൊട്ട് തുടങ്ങി ആ ഫ്ലൈറ്റിന്റെ റാമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വിമാനം വന്ന് നിൽക്കുന്ന സ്ഥലം, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും എയർക്രാഫ്റ്റിന്റെ ക്ലീനേഴ്സ് വരെ നമുക്ക് ഇതിനുള്ള ഈ സാധ്യതകളുള്ള മേഖലയാണ്. ക്ലീനേഴ്സ് ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മീൻസ് അത്രത്തോളം ആൾക്കാർ എന്തുണ്ട് അതിനുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയാം, നമുക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ എയർലൈൻസ് മാത്രമല്ല, ബാക്കി ഒരുപാട് കമ്പനീസ് എയർപോർട്ടിലുണ്ട്. അതിനെ നമ്മുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് എന്നൊക്കെ പറയും. ഈ മേഖലകളിലെല്ലാം നല്ല ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. മാത്രമല്ല ഇപ്പൊ നമുക്ക് എയർലൈൻസുകളെല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. എയർ കേരള എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എയർ കേരള നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ? കേട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല. എയർ കേരള എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് വേണ്ടി ഒരു എയർലൈൻസ് വരുന്നുണ്ട്. പകുതി ഗവൺമെന്റിന്റെയും പകുതി പ്രൈവറ്റ് ഫണ്ടിങ് ആയിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല അൽഹിന്ദ് എയർ, അതുപോലെ ഷാങ് എയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പുതുതായി റീസെന്റ് ആയിട്ട് നമുക്ക് 3-4 എയർലൈൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കാണിക്കുന്നത് എന്താ? നമ്മുടെ ആ ഒരു മേഖലയിലുള്ള വളർച്ചയാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇഷ്ടം പോലെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട അടുത്ത കാര്യമായിരിക്കും സാലറി പാക്കേജ്. ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് അത് 2 വർഷമാണ്. ഏവിയേഷന്റെ കോഴ്സ് ആണെങ്കിൽ 1 ഇയർ ആണ് ഡ്യൂറേഷൻ. ഏവിയേഷന്റെ കോഴ്സ് നമ്മൾ വീട്ടിൽ പ്ലേസ് ചെയ്യുക. ബാക്കിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടാണ്, അതായത് 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുക.